തല മുഴുവൻ വെട്ടിയെടുക്കുന്നതാണ്. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ തള്ളുന്നവർക്ക് പണിക്ക് പോകുന്നവർക്ക് ഒരു മീനും ഇല്ല, ഇപ്പോൾ കിട്ടാനില്ല. കടൽ വന്ന് പോയപ്പോൾ ഒന്നുമില്ല, നൊത്തോലിയും ഇല്ല. മറ്റേ കടലിന് മുമ്പ് വെച്ച് നൊത്തോലി ഉണ്ടായിരുന്നു, അതുമില്ല ഇപ്പോൾ. ഈ പുലിമുട്ടിന്റെ പണി മൊത്തം കംപ്ലീറ്റ് ആയോ? മൊത്തം പൂർത്തിയായോ? മൊത്തം പൂർത്തിയായില്ല, ഇനിയും പൂർത്തിയാകാനുണ്ട്. 90% ഏകദേശം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെതായ മാറ്റമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഇരവരുത്ത് കടലൊന്നും കയറിയില്ല. ഇപ്പോൾ കൊല്ലത്തോട്ടാണ് കടൽ കയറിയത്. ഇവിടെ തിരമാല ഉണ്ടായിരുന്നു, നമുക്ക് പോകാൻ പറ്റിയില്ല. ഇന്നലെയൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇന്നലെയൊക്കെ നല്ല കടലായിരുന്നു. ഇവിടെ ആരും ഒന്നും പണിക്ക് പോയില്ല. ഇന്നൊക്കെ പോയായിരുന്നു ചിലരൊക്കെ. മോശം ഒന്നുമില്ല. ഇതിട്ടേ പുറത്ത് ഇപ്പോൾ സേഫ്റ്റിയാണ്. ഇത് മുമ്പ് ഇവിടെ സമരമൊക്കെ നടത്തുന്നതിന് മുമ്പേ കുറച്ച് ഇട്ടായിരുന്നു. അത് ഇട്ടിട്ട് ഫലവത്തായില്ല. ഇപ്പം ഇട്ട മുട്ടുകളാണ് ഫലവത്തായത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കടലേറിയില്ല ആർക്കും. ഇപ്പം ഇവിടെ ആർക്കും കടലേറിയില്ല. ഇരവരുത്ത് കുഴപ്പമില്ല, ഇല്ല. ഇവിടെ ഈ കടലൊന്നും ഇപ്പോൾ വലിയ തിരമാല വന്നിട്ട് നമുക്ക് മേളിൽ കയറിയില്ല, കുഴപ്പമില്ലായിരുന്നു, നമുക്ക് പ്രശ്നമില്ല. മുമ്പൊക്കെ ഇവിടെ എന്ന വീടെല്ലാം പൊളിച്ചുകൊണ്ട് പോയി. ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു, ഇതിൻ്റെ താഴ്വശം ഇഷ്ടം പോലെ വീടുണ്ടായിരുന്നു, എല്ലാം പൊളിച്ചു പോയതാണ്. ഇപ്പോൾ കുഴപ്പമില്ല. ഇനി ഇങ്ങോട്ട് കയറത്തില്ലല്ലേ? ഇത് ഇനി കയറത്തില്ലെന്നാണ് പ്രതീക്ഷ. ഇതിലും വലിയ തിരമാല, ഭീമൻ തിരമാല വന്നാൽ ഇനി കയറുമെങ്കിലേ ഉള്ളൂ. ഇത് കയറത്തില്ലെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അത് ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഓടി ചെല്ലുമ്പോൾ പാവനാശം കടപ്പുറമുണ്ട്. ഒരു പാവനാശം കടപ്പുറം, ഒരു പിന്നെ ഗുരുസ്വാമിയുടെ രൂപമൊക്കെ വെച്ചേക്കുന്ന അത്. അവിടെ മുതൽ അങ്ങോട്ട് കടലേറി. അവിടെയാണ്. അങ്ങോട്ടൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ തിരുവനന്തപുരം ഭാഗത്തും കാപ്പിൽ അവിടെയൊക്കെ കടലേറി. നമ്മുടെ ഇരവരുത്ത് ജില്ലയിൽ ഇപ്പോൾ കയറിയില്ല. ഇപ്പോൾ കയറിയത് പാവനാശം കടപ്പുറം. ഇനി പാവനാശത്തോട്ട് പോയാൽ അവിടെ ഭയങ്കര ഉപ്പ് കാറ്റാണല്ലോ. ഇവിടെ കട്ടമര തുഴഞ്ഞു പോകുന്ന മരങ്ങളാ, ഒന്നുമില്ല. ശരി. പുലിമുട്ട് ഇപ്പോഴല്ലേ ഇട്ടത്? പുലിമുട്ട് ഇടുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു കടൽ കയറുമ്പോഴൊക്കെ? മണ്ണൊന്നും വലിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഈ ഹാർബർ വരുന്ന ഒരു കുഴപ്പമില്ല. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് പോകാൻ തുടങ്ങിയത്. ഹാർബറാണോ പ്രശ്നം? ഹാർബറായിരുന്നു ആദ്യത്തെ പ്രശ്നം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് ഇട്ടപ്പോൾ പിന്നെ ഇച്ചിരി പ്രശ്നങ്ങൾ കുറഞ്ഞു. ഹാർബർ വന്ന ശേഷമാണോ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനായാലും കടലിന്റെ ഈ പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നതും ഹാർബർ വന്ന ശേഷമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ തന്നെ. ഇവിടെ ആ വീടുകളെല്ലാം പോയത് അത് വന്നു കഴിഞ്ഞു. മൊത്തത്തിൽ വീട്, റോഡ്, ഇവിടൊക്കെ ഒത്തിരി വീടുകൾ, റോഡുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കടലെടുത്ത് പോയത്. അപ്പൊ ഈ പുളിമുട്ട് ഇവിടെ വന്നതിന് ശേഷം കടലേറ്റത്തിന് ചെറിയൊരു സാവകാശമുണ്ട്. മണ്ണങ്ങനെ എടുത്തോണ്ട് പോകാറില്ല. അഥവാ എടുത്തോണ്ട് പോയാലും പിന്നെ വരുന്ന കടലിന് കൊണ്ടുവന്നിടും. പിന്നെ വലിയ പ്രശ്നമായിട്ട് ഇവിടെ ഇല്ല. ഇന്നലെ ഇന്നും ഇങ്ങനെ കടലേറി കിടക്കുമല്ലേ? അപ്പൊ ഇന്നലത്തേക്കാൾ ഇന്ന് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം കടൽ കുറവാണ്, പണിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ? ഇന്നിവിടെ പണിക്കൊക്കെ പോയില്ല. 2 ദിവസം കൊണ്ട് പണിക്ക് പോയില്ല. ഇന്നാണ് പണിക്ക് പോകാൻ തുടങ്ങി. നമ്മളിപ്പോ ഇവിടെ കടപ്പുറത്തെ വെള്ളത്തിനല്ലേ ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പൊ നിങ്ങൾക്ക് കുടിവെള്ളം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ? കിണറ്റിന്ന് വരുന്ന വെള്ളം കട്ടിയും ചെറിയ ഉപ്പിന്റെ രസവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പൈപ്പിലെ വെള്ളമൊക്കെയാണ് കൂടുതലും ആൾക്കാർ തിളപ്പിച്ച് കുടിക്കുന്നത്. പിന്നെ അല്ല വണ്ടിയിൽ കൊണ്ടുവരുന്ന ഫിൽട്ടർ ചെയ്ത വെള്ളമുണ്ട്, അത് വിലയ്ക്ക് വാങ്ങിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. പൈപ്പിൽ വെള്ളം കൃത്യമായിട്ട് വരുന്നുണ്ടോ? പൈപ്പിൽ വരുന്നത് അതിനൊരു സമയമുണ്ട്. ആ സമയത്ത് വരും, ആ സമയത്ത് നമ്മൾ പിടിക്കണം. അത് കഴിയുമ്പോൾ കുറെ നേരം കാണത്തില്ല. പിന്നെ കുറെ സമയം, മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും വെള്ളം കാണത്തില്ല. വെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണോ? കുടിവെള്ളം കാശ് കൊടുത്ത് മേടിക്കുന്നവരുണ്ട്. വെള്ളം ഇവിടെ വണ്ടിയിൽ കൊടുക്കും. മറ്റേ 25 ലിറ്ററിന്റെ വെള്ളം ഇവിടെ വണ്ടിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. അത് ഒരുമാതിരിപ്പെട്ട വീട്ടിലെല്ലാം മേടിക്കുന്നതാണ്. കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര കട്ടി ഉപ്പിന്റെ രസമാണ് കാര്യം കടലെടുത്തിരിക്കുന്നത്. 2 മാസം വരെയൊക്കെ അങ്ങനെയാണ് മഴ വരുന്നത്. കടല് പണിക്ക് പോയാലും മീനൊക്കെ കിട്ടുന്നുണ്ടോ? പണി കുറവാ.
ഇനി ഒരു 2-3 മാസമൊക്കെ കഴിയണം ഇവിടെയൊക്കെ പണിയാൻ. എന്നിട്ട് കടൽ എന്തെങ്കിലുമൊക്കെ ആവും. ഇവിടെ നിന്ന് പണിക്ക് പോകാൻ പറ്റത്തില്ല. എന്നിട്ട് എല്ലാവരും അവിടെ എവിടെ പോകണം? ഹാർബറിൽ പോവും എല്ലാവരും. അല്ലാതെ വേറെ എളുപ്പമൊന്നുമില്ല. ഇപ്പോഴുള്ള ഒരു മുന്നറിയിപ്പില്ലാതെ ഇത് വന്ന് എന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങൾക്കൊരു വിമർശനം. കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നിട്ടില്ലായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. കാര്യം ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. എന്നാൽ അതിപ്പോൾ അറിയാതെ അറിഞ്ഞില്ലെന്ന് പറയുന്നത് കള്ളക്കടലെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ആ അന്വേഷണ ഉദ്യോഗസ്ഥ ഇത് നിരീക്ഷിക്കുന്നവരുടെ കുറ്റം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അഭിപ്രായം എനിക്ക് പറയാം. കാലാവസ്ഥ നിരീക്ഷകരുടെ വീഴ്ച കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായെന്നാണോ പറയുന്നത്? അപകടം മുൻകൂട്ടി അറിയാൻ പറ്റിയില്ല, അതാണ്. അതിൽ ചില സ്ഥലങ്ങളിലെല്ലാം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, വീടുകളും ഉണ്ടായി. അത് വരാതിരിക്കാൻ അവർ സൂക്ഷിക്കാം. അത് ഒന്നും പറ്റിയവരുണ്ടല്ലോ അവിടെ 5 കുളം പറ്റിയവരുണ്ട്. അതുകൊണ്ട് ഇവിടെ പണിക്ക് പോയി എന്തെങ്കിലും പറ്റുകയും ചെയ്ത് പിന്നെ നമ്മൾ ഇതേവരത്തെന്ന് പറഞ്ഞാൽ ഈ പുലിമുട്ട് കൊണ്ട് ഗുണമുണ്ട് കേട്ടോ. പുലിമുട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇതിനു മുമ്പേ നശിച്ചു പോയത്. അതുകൊണ്ട് അതൊക്കെ ചെയ്തു തന്നവർക്ക് നമുക്ക് നന്ദി പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇനിയും ഇതിൻ്റെ പുറത്ത് മെയിൻ്റനൻസ് ചെയ്തെങ്കിൽ ഭാവിയിൽ അത് ഗുണം ചെയ്യത്തുള്ളൂ. അപ്പം അത് അങ്ങനെ അത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം. അന്വേഷിക്കാൻ വരുമ്പോൾ നമ്മളെല്ലാവരും ഇത് ശരിയായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാം. മെയിൻ്റനൻസിൻ്റെ പുറത്ത് തുടർന്നുണ്ടാകുമ്പോൾ ഇത് വിലപ്പെടും. കര സംരക്ഷിക്കാൻ, രാജ്യം സംരക്ഷിക്കാൻ സാധിക്കും. എൻ്റെ പേര് പ്രിയങ്ക. ഇത് നിങ്ങളെവിടെ ഇപ്പോൾ സേവാഭാരതിയിൽ താമസിക്കുവാണോ? അതെ, സേവാഭാരതി താമസിക്കുക. വീട് ഫുള്ളും കടലെടുത്ത് പോയി. എത്ര ദിവസമായി ഇങ്ങനെ കടൽക്ഷോഭമായിട്ട്? ഇതിപ്പം 1 വർഷം മുന്നേ തൊട്ടേ ഇങ്ങനെ കടൽ കയറുന്നുണ്ട്. 1 വർഷത്തിന് മുന്നേ ഇങ്ങനെ കുറച്ച് വീട് പോയി, പകുതിയോളം പോയി നിന്നതാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ഭയങ്കരമായിട്ട് കടൽ കയറി. ആ പകുതി പോയ വീട് ഭൂരിഭാഗവും പോയി, നഷ്ടപ്പെട്ട ഓരോരുത്തരുടെ. അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ, പുലിമുട്ട് കൃത്യമായിട്ട് നിർമ്മിച്ചിട്ടില്ല ഇവിടെ. അപ്പോൾ ആ നിർമ്മിക്കാത്തതിനെ പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? പുലിമുട്ട് വന്നതിന് ശേഷമാണ് പക്ഷെ ഇവിടെ കടൽ കയറാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ അവിടെ തുടക്കം മുതൽ കാണാമല്ലോ, നമ്മുടെ താന്നി മുതൽ ഇങ്ങോട്ട് പുലിമുട്ടിട്ട് വന്നോണ്ടിരുന്നത്. അപ്പം അവിടം വരെ ഇട്ടപ്പോഴത്തേക്കിനും ഇവിടെ കടൽ കയറാൻ തുടങ്ങി. അപ്പം ഈ ബിയർ ബാറിന്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഈ ബിയർ ബാറിന്റെ താഴെ. അപ്പൊ അവിടെ ഇട്ടപ്പോഴത്തേക്കാണ് ഈ ഏരിയ, നമ്മളിപ്പോ നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ താഴെ വരെ കടൽ കയറി ഇറങ്ങി നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ വരെ കടൽ കയറിയപ്പോൾ ഇവിടുത്തെ ഒരു ആന്റി ഇടപെട്ടിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ടത്. ഇവിടെ ഇട്ടപ്പോഴത്തേക്കാണ് അടുത്ത ഭാഗത്തോട്ട് കയറാം. അപ്പൊ ഒരു ഭാഗത്തിട്ട് അവര് നിർത്തരുതായിരുന്നു. അതല്ലെങ്കിൽ കൊള്ളാം, ഇട്ടപ്പം തുടരെ എവിടം വരെയാണോ ഇട്ട് നിർത്തേണ്ടത് അവിടം വരെ അവർ ഇട്ട് നിർത്തണമായിരുന്നു. ഇത് ഒരേ ഏരിയ ഇട്ട് നിർത്തി അവിടെ ഉള്ള ആൾക്കാർ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അടുത്ത ഏരിയയിൽ ഇടുന്നത്. ഇപ്പൊ ഇവിടെ നിർത്തി ഇപ്പം അപ്പുറത്തുള്ളൊരു സംസാരം ആയപ്പോഴത്തേക്ക് അവിടെ ഇടാമെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇതിപ്പോ അന്നേ അങ്ങനെ ഇട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ കടൽ കയറത്തില്ലായിരുന്നു അല്ലേ? അന്നേ അങ്ങനെ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തോട്ട് ഇതുപോലെ കടൽ തള്ളി കയറില്ലായിരുന്നു. ഇട്ട് ഫുള്ളും അവര് പൂർത്തീകരിക്കണമായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ ഇതിനുവേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കണം ചെയ്യാനായിട്ട്. ഇപ്പൊ തന്നെ പോയി സംസാരിച്ച് കളക്ടറെ കണ്ട് സംസാരിച്ച്, അപ്പോഴും കളക്ടർ പറയുന്നത് 3 മുട്ടും കൂടെ അവിടെ വരുന്നുണ്ട്, അതിനുള്ള തീരുമാനം നമുക്ക് ഉടനടി എടുക്കാം എന്നാണ് പറഞ്ഞത്. കാര്യം ഞങ്ങൾ റോഡ് ഉപരോധിച്ചത് 2 ദിവസം മുന്നേ, അറിഞ്ഞു കാണുമല്ലോ. അപ്പം ആ സമയത്താണ് ഞങ്ങള് ഇവിടുന്ന് ഒരു 10ഓളം പേര് കളക്ടറേറ്റിൽ പോയി ചേംബറിലിരുന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് പറഞ്ഞത് 3 മുട്ടോളം നമുക്ക് ഇവിടെ ഇടാം, അതും കൂടെ ഇട്ട് തരാമെന്നാണ് കളക്ടർ പറയുന്നത്. പറഞ്ഞു. പണി തുടങ്ങിയായിരുന്നു അതിനുശേഷം? ഇല്ല, ഒന്നും ആയിട്ടില്ല. അതിന്റെ ഒരു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും നമ്മളോട് ഇവിടെ ഒന്നും ആരും വന്ന് അധികൃതരൊന്നും വന്ന് നോക്കിയിട്ടോ അങ്ങനെയൊന്നുമില്ല, പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അധികൃതരുടെ ശ്രദ്ധ നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും നാളായിട്ടും വീട് നഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് പോലും അധികൃതർ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നു. അതെ, ശ്രദ്ധിക്കുന്നില്ല. കാര്യം ഇപ്പം 2 ദിവസം മുന്നേ ഉള്ളൊരു ചാനലിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 6 സ്ത്രീകൾ, അധികൃതർ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ MLA നൗഷാദ്, അപ്പൊ അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു. അപ്പൊ ഇവിടെ ഒരു 6 സ്ത്രീ. ചേച്ചി, ഇതുവരെ MLA ഇവിടെ വന്നിട്ടില്ലേ? ഈ ഒരു പ്രശ്നം കടൽ കയറിയിട്ട് ഒരു തവണ പോലും MLA ഇവിടെ വന്നിട്ടില്ല? ഇല്ലില്ല, വന്നിട്ടില്ല. ഈ 1 വർഷം ഞാൻ പറഞ്ഞില്ല, 1 വർഷം മുന്നെയാണ് ഞങ്ങളുടെ വീട് വരെ നഷ്ടപ്പെട്ടത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു സേവാഭാരതിയായ സ്കൂളായിരുന്നു ഇത്. അപ്പോൾ പിള്ളേരെയും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ആ സമയം തൊട്ടേ നമ്മൾ MLA നൗഷാദിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇതുവരെയായിട്ട് ഇവിടെ വരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇലക്ഷൻ സംബന്ധിച്ചെങ്കിലും അദ്ദേഹവും ഈ മുകേഷ് MLA വരുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാര്യം നമുക്ക് പറയാനായിട്ട് വേറെ ആരുമില്ല, നമുക്ക് MLA ഉള്ളൂ പറയാൻ. കാര്യം
ഇവിടുത്തെ MLA ആയതുകൊണ്ട് നമ്മൾ MLA വിളിച്ചു. അപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മെനഞ്ഞാന്ന് പോയി റോഡ് ഉപരോധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് റിപ്പോർട്ടർ ചാനലിൽ ഇതുപോലെ അഞ്ചാലുമൂട് സ്കൂളിൽ വെച്ചിട്ട് അവിടെ ഒരു ചാനൽ ചർച്ച പടക്കളത്തിൻ്റെ ഒരു ചാനൽ ചർച്ച നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങളൊരു 6 വനിതകൾ ഇവിടുന്ന് പോയി MLAയോട് സംസാരിച്ച്. ഇങ്ങനത്തെ ഞാനാണ് MLAയോട് ചോദിക്കുന്നത്, താങ്കൾ ഇവിടുത്തെ ഒരു MLA ആണ്, താങ്കൾ എന്തുകൊണ്ടിട്ട് ഇത്രയും പോയിട്ട് MP വന്നു, കൃഷ്ണകുമാർ സാറ് വന്നു, എല്ലാവരും ഇവിടെ വന്നു കണ്ടിട്ട് പോയി, താങ്കൾ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ പ്രേമചന്ദ്രൻ സാർ വന്നിരുന്നു. പ്രേമേന്ദ്രൻ സാർ അന്നാണ് വരുന്നത്. അതുവരെ വന്നിട്ടില്ല ഇവരാരും. ഈ റോഡ് ഉപരോധ സമയത്താണ് ഇവരെല്ലാവരും വരുന്നത്. കാര്യം ഒറ്റ പാർട്ടിക്കാരും അതുവരെ വന്നിട്ടില്ല. കാര്യം ഈ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് അവരെല്ലാം വരാൻ തുടങ്ങിയത്. പക്ഷേ MLA മാത്രം വന്നില്ല. അതുകൊണ്ടിട്ടാണ് ഞങ്ങളൊരു 6 പേര് ചെന്ന് MLAയോട് ഇവിടെ വരണം, ഞങ്ങളുടെ കൂടെ വരണം. കാര്യം ഒരു ലൈവ് ചർച്ച ആയതിനെക്കൊണ്ട് MLAക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ അദ്ദേഹം നമ്മളോട് കൂടെ വരാൻ തയ്യാറായില്ല. അത് മാത്രമല്ല, അപ്പോൾ MLAയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? MLAയോട് നമ്മൾ ചോദിച്ചല്ല മറുപടി തന്നത്. നമ്മൾ ചോദിച്ചല്ല MLA മറുപടി. പരസ്പര ബന്ധമില്ലാതെയാണോ പുള്ളി സംസാരിച്ചത്? അതെ. അദ്ദേഹം ഇപ്പം ഞാൻ ചോദിച്ചത്, സാറേ ഞങ്ങളുടെ വീടുകൾ നഷ്ടപ്പെട്ടു, സാർ എന്തുകൊണ്ട് ഇരവിപുരം നിയോജക മണ്ഡലത്തിൻ്റെ MLA ആണ്, ഞങ്ങൾ ജനങ്ങളുടെ വോട്ട് കൊണ്ടിട്ടാണ് MLA എന്നുള്ള പദവിയിൽ താങ്കൾ എത്തിയത്. അപ്പോൾ താങ്കൾ എന്തുകൊണ്ട് ഈ ഒരു മേഖലയിൽ വന്ന് സന്ദർശിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ്റെ മറുപടി, അപ്പം ഞാൻ പറഞ്ഞു താങ്കൾ ഇപ്പോൾ ഇവിടെ മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തന്ന മറുപടി, പെൻഷൻ കൊടുത്തത് കൊണ്ടിട്ട് പൈസ ഫണ്ടില്ല, അതുകൊണ്ടിട്ടാണ് മുട്ടിടാൻ. ഞാൻ സാറേ ഞാൻ മുട്ടിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഞാൻ സാറ് വരാത്ത കാര്യമാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. അപ്പോൾ സാറ് മുട്ടിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് CPMലെ കുറേ നേതാക്കന്മാർ വന്ന് ഞങ്ങളെ ഉപദ്രവിച്ച് ചെയ്ത്, സ്ത്രീകളായ 6 പേരെ പോയുള്ള ഒരൊറ്റ ആണുങ്ങളെ നമ്മൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ചാനൽ ചർച്ചയുടെ അവസാനം തന്നെ കാണാൻ പറ്റും, നേതാക്കൾ വന്ന് സ്ത്രീകളെ ഇങ്ങനെ പിടിച്ച് തള്ളി മാറ്റുകയും വാക്കുതർക്കം ഉണ്ടായി. ഞങ്ങളെ പിടിച്ച് തള്ളി മാറ്റുകയും കൈകൊണ്ട് അവന്മാർ തള്ളി മാറ്റുകയൊക്കെ ചെയ്ത് ഭയങ്കര പ്രശ്നമായി. അങ്ങനെ MLA ഒന്നും പറയാതെ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും ഞങ്ങൾ MLAയുടെ കാറ് തടഞ്ഞു. പുറവിന് പോയി കാറ് പിടിച്ച്, സാറേ ഞങ്ങൾ സാറിനോട് ചോദിച്ച ചോദ്യത്തിന് സാറ് ഉത്തരം തരണം, അല്ലാതെ CPMലുള്ള ആണുങ്ങളെ കൊണ്ടല്ല ഞങ്ങളെ ഉപദ്രവിക്കാനല്ല സാറ് വരണ്ടേന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര സംസാരവും ഒക്കെ ആയി. ലാസ്റ്റ് ഞങ്ങൾ അഞ്ചാലുമൂട് സ്റ്റേഷൻ വരെ എത്തിയായിരുന്നു, കേസ് വരെ കൊടുത്തു. പക്ഷേ ആ കേസ് കൊടുത്തെങ്കിലും വെറുതെ ആയി പോയെന്നാണ് തോന്നുന്നത്. കാര്യം ഇതുവരെയായിട്ടും അന്വേഷണം നടത്തിയിട്ടില്ല കേസ് കൊടുത്തിട്ട്. കാര്യം ഇപ്പോൾ CPMൻ്റെ ഇതല്ലേ ഭരണം ആയതുകൊണ്ടിട്ടായിരിക്കാം ഇതുവരെ ആയിട്ട് നമുക്കെതിരെ ഒരു നടപടിയും വന്നിട്ടില്ല. കേസ് കൊടുത്തതിൽ പോലും ഒരു നടപടി വന്നിട്ടില്ല. കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട്, കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് വെള്ളം കൊണ്ട് തരുന്നുണ്ട്. ആ വെള്ളം പക്ഷേ പാചകം ചെയ്യാൻ പറ്റാത്ത വെള്ളമാണ്. ഉപ്പല്ലടാ, ഒരു സ്മെല്ല്, ഒരു ക്ലോറിനും അല്ല, വേറൊരു സ്മെല്ലാ വെള്ളത്തിന്. ക്ലോറിന്റെ സ്മെല്ലല്ല, ഒരു ചെളി ഒരു വെള്ളമില്ല, ആ ഒരു സ്മെല്ല, ചെളിയുടെ ഒരു സ്മെല്ലാ വെള്ളത്തിന്. അപ്പോൾ ആ വെള്ളം വെച്ച് നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ല. കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. ആ വെള്ളം കുളിക്കാനോ പാത്രം കഴുകാനോ തുണികൾ കഴുകാനോ ഒക്കെ ആ വെള്ളം ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ആ വെള്ളം അവർ കൊണ്ടു തരുന്നത് കൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുടിക്കാനുള്ള വെള്ളത്തിന് നമുക്ക് ബുദ്ധിമുട്ട്, പാചകം ചെയ്ത് കഴിക്കാനുള്ള വെള്ളം ബുദ്ധിമുട്ട്. അല്ലാതെ വേറെ പിന്നെ ഇവിടെ കറണ്ടും ഒന്നും ഇല്ലാതിരുന്നായിരുന്നു. ഇപ്പൊ കറണ്ടും ഒക്കെ വന്നു, ഈ കുറേയോളം പോസ്റ്റുകളൊക്കെ പോയായിരുന്നു. പിന്നെ ആ സൈഡിൽ അങ്ങോട്ട് പോകുമ്പോൾ കാണാം പൈപ്പ് ലൈനൊക്കെ കടൽ കയറി ഫുള്ളും പോയി. അതുകൊണ്ടൊക്കെ ആയിരിക്കാം വെള്ളം വരാത്തത്. പിന്നെ അവർ കുടിവെള്ളം കൂടെ ഒന്ന് എത്തിച്ചെന്നാൽ കൊള്ളായിരുന്നു. കുടിക്കാനുള്ള വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട്. പേരെന്നാടാ? എൻ്റെ പേര് ആദിത്യൻ. ആദിത്യൻ്റെ വീട് എവിടെയാ? പൊളിഞ്ഞ് കിടക്കുന്ന വീടാണ്. വീടെന്നാ പൊളിഞ്ഞേ? 2-3 ദിവസമായി ഞങ്ങളെ വീട് പൊളിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ വീട് പൊളിഞ്ഞതിനെ കൊണ്ടിട്ട് അവിടെയാണ് ഞങ്ങളിപ്പോൾ കിടക്കുന്നത്. ഇവിടെ ഈ സേവാഭാരതി കിടക്കുക. വീടൊക്കെ പൊളിഞ്ഞപ്പോൾ ആരെങ്കിലും വന്നായിരുന്നു നോക്കാൻ? ഇവിടെ ആരും നോക്കാനൊന്നും വന്നിട്ടില്ല. വരുമ്പോൾ തന്നെ നോക്കിയിട്ട് ഉപ്പുകാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും അവർ പറയും ഞങ്ങൾക്ക് പോകുമോ, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്നിട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. വെള്ളം ആഹാരമൊക്കെ എങ്ങനെയാണ്? കുടിക്കാൻ കൊണ്ട് തരുന്ന വെള്ളത്തിനകത്തൊക്കെ കോർപ്പറേഷൻ വെള്ളം, അതിനകത്തൊക്കെ ഭയങ്കര നാറ്റമാണ്. നമുക്ക് കുടിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഫുഡും കാര്യങ്ങളെല്ലാം നല്ല ബുദ്ധിമുട്ടാണ്. സഹോദരങ്ങളൊന്നും ഇല്ലേ മോന്? എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി വീട്ടിലുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഞാൻ അടുത്തത് 8ലോട്ട്. സ്കൂളിൽ പോകാറുണ്ടോ? സ്കൂളിൽ ഇപ്പോൾ അവധി അതിനെ കൊണ്ട് വെക്കേഷൻ കഴിഞ്ഞ് പോകും. അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നത്? അച്ഛൻ ഇവിടെ വള്ളത്തിൽ പോകും, കടൽ പണിക്കാണ് പോകുന്നത്. ഇപ്പം കടൽ പണിക്കും പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പം കാറ്റൊക്കെ അതിനെ കൊണ്ട് വള്ളങ്ങളെല്ലാം മറിഞ്ഞ് ബുദ്ധിമുട്ടാനെ കൊണ്ട് അച്ഛൻ പോകുന്നതുമില്ല.
അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. എത്ര ദിവസമായി അച്ഛൻ കടൽപ്പണിക്ക് പോയിട്ട്? ഒരു ദിവസമായി കടൽപ്പണിക്ക് പോയിട്ട്. ഇവിടെ കടലേറിയ ശേഷം ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ അച്ഛൻ കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ പോകുമ്പോൾ അതിനെ സഹായിക്കും, പിടിച്ച് വലിച്ചു കയറ്റാനും വല അരിക്കാനൊക്കെ സഹായിക്കും. അച്ഛൻ വള്ളത്തിൽ പോകുന്നില്ല ഇപ്പം. ആഹാരമൊക്കെ എങ്ങനെയാ? അപ്പോൾ അച്ഛൻ കുറേ നാളായില്ലേ ജോലിക്ക് പോയിട്ട്? ആഹാരമൊക്കെ ഇപ്പം ഞങ്ങൾ ഇവിടെ അച്ഛൻ ഒരു വാടകയ്ക്കൊരു മുരിങ്ങ മരം എടുത്തിട്ടുണ്ട്. അതിൽ മുരിങ്ങ പൂക്കുമ്പം ഞങ്ങൾ അതിനകത്തുനിന്ന് പിച്ചിട്ട് അത് വിൽക്കുമ്പോൾ ചിലപ്പോൾ കിട്ടുന്ന 100 അല്ലെങ്കിൽ 200, അതിൽ കൂടുതൽ കിട്ടത്തില്ല. അതിനകത്തുള്ള ഫുഡാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. പൈസക്കാണോ നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും ഫുഡ് കഴിക്കുന്ന എല്ലാ ദിവസവും? ആണ്. ഞങ്ങൾക്കിപ്പം ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോർപ്പറേഷനിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കടൽക്ഷോഭം വന്നപ്പോൾ? ഒന്നും കിട്ടിയിട്ടില്ല. ഒരു നാറ്റ വെള്ളം മാത്രം കൊണ്ടുവന്നിട്ടുണ്ട്, വേറെ ഒന്നും തിന്നിട്ടില്ല. പുലിമുട്ട് ഇവിടം വരെ ഉള്ളോ അതോ ഇനി ഉണ്ടോ? ഇനി അങ്ങോട്ട് പുലിമുട്ട് ഇടാനുണ്ടോ? പുലിമുട്ട് ഇപ്പോൾ അവരിടാന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് ആ കാണുന്ന പുലിമുട്ടില്ലേ, അത് ബീർബാലിന്റെ ഫ്രണ്ടിലത്തെ പുലിമുട്ടാണ്. അതായത് അവിടെ ഒരു ഗുരുമന്ദിരമുണ്ട് അതിന്റെ സൈഡിൽ. ആ പുലിമുട്ട് വന്നപ്പോഴേക്കും ഈ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വരെയും വീടുകൾ പോയത്, അതായത് കടലിൽ കയറി അവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീട് പോയതാണ്. അപ്പൊ അവിടുന്ന് ഒരു ആന്റിയും 2-3 പേര് ഇടപെട്ടിട്ടാണ് ഈ പുലിമുട്ട് വന്നത്. ഈ പുലിമുട്ട് വന്നതിന് ശേഷമാണ് ഇവിടുന്ന് അങ്ങോട്ട് കടലിൽ കയറാൻ തുടങ്ങിയത്. അപ്പൊ ഈ പുലിമുട്ട് അവർ ഇവിടെ കൊണ്ട് നിർത്താതെ മുന്നോട്ട്, അതായത് ഒരു 4-3 പുലിമുട്ട് കൂടി വരാനുണ്ട്. അതും കൂടി അവർ അന്നേ അങ്ങ് ഇട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ അത് അവർ ചെയ്തില്ല. അവരിവിടം വരെ കൊണ്ട് നിർത്തിയിട്ട് അങ്ങ് പൊക്കളഞ്ഞു. അതാണ് ഇപ്പം ഇതിനകത്ത് വന്ന കുഴപ്പം. ഇപ്പം എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗവും ഇല്ല 10 ലക്ഷം രൂപയുടെ സ്കീമിൽ ആരും മാറിപ്പോയിട്ടില്ല. അപ്പം ഇവിടം കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കയറും എന്നുള്ളത് അവർക്ക് തന്നെ മുൻകൂട്ടി അറിയാമായിരിക്കാം. അതുകൊണ്ടിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ചതി നമ്മളോട് ചെയ്തത്. കാര്യം 10 ലക്ഷം രൂപയുടെ സ്കീമായത്. അപ്പം അവർ പറയുന്നത് 10 ലക്ഷം രൂപ തരും, നമ്മൾ വീടും വസ്തുവും മേടിച്ച് നമ്മൾ മാറിപ്പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 10 ലക്ഷം രൂപയുടെ കൂടെ ബാക്കി ഇട്ട് പോകാനുള്ളവർ മേടിച്ചുകൊണ്ട് പോയി. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് പറ്റാത്തത് കൊണ്ടാണ് പോവാതെ കിടന്നത്. എന്നിട്ടും ഇത്രയും സംഭവിച്ചപ്പോഴും ഞങ്ങളൊക്കെ പോയി വസ്തു മേടിച്ചിട്ടുണ്ട്. അതിൽ ബാലൻസ് പൈസയിൽ എന്തുപോലും വീട് വയ്ക്കാൻ പറ്റത്തില്ല. 6,80,000 രൂപയായി ഞങ്ങൾക്ക് 3 സെൻറ്റിന്. ബാക്കി 3,20,000 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ നമ്മളെ വസ്തുവിൻ്റെ പ്രമാണവും ഫിഷറീസിൻ്റെ മെയിൻ ഓഫീസിലിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പറയുന്നത് ഈ ബാക്കിയുള്ള തുക പിച്ചി തരാതെ ഒറ്റ കെടുവായിട്ട് അവർ അക്കൗണ്ടിൽ ഇട്ട് തന്ന് ഈ പ്രമാണം ഇങ്ങ് തന്നിരുന്നെങ്കിൽ, പ്രമാണം വെച്ചിട്ട് എന്തോ 2 ലക്ഷമോ 3 ലക്ഷമോ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്കിലും വെച്ച് ബാലൻസ് പൈസ കൂടി നമുക്കൊരു ഭവനം കെട്ടിയെടുക്കാം. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർപ്പായിരിക്കണം, ഷീറ്റ് ആവരുത്. നമ്മളുടെ സാമ്പത്തികം വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഷീറ്റിട്ട് പോകുന്നവരുണ്ട്, ഓടിടുന്നവരുണ്ട്. അതും കൂടി അവരൊന്ന് അംഗീകരിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ പറ്റത്തില്ല. വാർത്ത് പോകാൻ സാമ്പത്തികം ഉള്ളവരേ പറ്റൂ. കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറ്റത്തില്ല. എൻ്റെ ഭർത്താവ് അന്നന്ന് കടലിൽ പോയി അന്നന്ന് കൊണ്ട് കഴിയുന്നവരാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് അതുകൊണ്ടിട്ട് നമ്മളെ കയ്യിൽ നിവൃത്തിയില്ല. 2 കുട്ടികളുണ്ട് പഠിക്കുന്നവർ, വിമലയിലും ക്രിസ്ത്യാനിലും പഠിക്കുന്ന 2 കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഇത് തന്നെയാണ് MLA യോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ അത് തരുന്നില്ല. എൻ്റെ പേര് അനിതയെന്നാണ്. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മെനഞ്ഞാന്നാണ് കടൽ കയറാൻ തുടങ്ങിയത്. ഒരു 11 മണിയോടുകൂടി കടലങ്ങ് ശക്തമായി. എന്നിട്ട് നമ്മൾ വില്ലേജ് ഓഫീസറുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, കൗൺസിലറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, പലരോടും പറഞ്ഞ്, പിന്നെ അവർ കൗൺസിലർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വന്നു. വില്ലേജ് ഓഫീസർ അസിസ്റ്റൻറ്റിനെ വിടാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ നമ്മുടെ MLA ഇതുവരെ നൗഷാദ് MLA ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഞങ്ങൾ 5-6 സ്ത്രീകൾ അഞ്ചാലുമൂട് അവിടെ കുരുക്ഷേത്രയുടെ പ്രോഗ്രാമിൽ ലൈവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി. ഇവിടെ അന്നേരം ഉപരോധം നടക്കുമായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവിടെ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആൾക്കാർ നമ്മളെ വളഞ്ഞ്, പിന്നെ അവിടെയുള്ള കുറച്ച് നല്ല ആൾക്കാരാണ് ഞങ്ങളെ ഞങ്ങളെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് പോലും അവിടുത്തെ പോലീസുകാർ വിളിച്ച് പോലും ചോദിച്ചിട്ടില്ല. കോൺടാക്ട് നമ്പർ സഹിതം ഞങ്ങൾ കൊടുത്തതാണ്. ഇത്ര ഇതായിട്ട് പോലും നമുക്ക് ഒരു ഇതും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടത്തില്ലെന്ന് അറിഞ്ഞത്. ഒരു അമ്മാമയാണ് സുഖമില്ലാടക്കുക, നമുക്കൊന്ന് എടുത്ത് എങ്ങോട്ട് ഓടണമെന്ന് പോലും അറിയാൻ മേത്ത കണ്ടീഷനിൽ കിടക്കുക. ഇവിടെ കൊച്ചു കുട്ടികൾ മുതൽ വയസ്സ് ചെയ്യുന്നവർ വരെ ഒരുപാട് പേരുണ്ട്. നമ്മളിനി എന്ത് വേണം? ഇനി സർക്കാർ ഇനി എന്ത് നിലപാടിൽ എത്തുന്നതെന്ന് അറിയാൻ വയ്യ. കളക്ടറേറ്റിൽ ചെന്ന് സംസാരിച്ചപ്പോഴത്തേന് കളക്ടർ പറഞ്ഞത് 3 ദിവസത്തിനകത്ത് ഇതിൻ്റെ ഒരു ഉത്തരവ് ഉണ്ടാക്കി എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ഒന്നും വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി എന്തായി തീരുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കാലാവസ്ഥയിൽ നിന്ന് മുന്നറിയിപ്പൊന്നും കിട്ടിയിരുന്നില്ല. നമ്മുടെ ഇവിടെ ഒന്നും പറഞ്ഞില്ല. MLA പറയുന്നത് എന്തോ അതിൻ്റെ പ്രതിഭാസം അങ്ങാണ്ടാന്ന് പോലും.
കടലിലുണ്ടായ പ്രതിഭാസമാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, ഇത് സുനാമി വന്നിട്ട് പോലും നമ്മൾ ഇത്രയും ഭയപ്പെട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അരമണിക്കൂറിന് ഇടവിട്ട് ഇങ്ങനെ വീടുകൾ പോയത്. എല്ലാ മനുഷ്യരും പേടിച്ചു പോയി. നമുക്ക് എങ്ങോട്ട് ഓടണമെന്ന് പോലും അറിയാമേ. നമ്മുടെ റോഡ് പോലും നഷ്ടപ്പെട്ട് അടുത്ത വീടിൻ്റെ മതിൽ പൊളിച്ചാണ് ഞങ്ങൾ സാധനങ്ങൾ തന്നെ പറക്കി മാറ്റിയത് തന്നെ. കുടിവെള്ളം തന്നെ 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് ഞങ്ങൾക്ക് കോർപ്പറേഷനിൽ നിന്ന് വെള്ളം എത്തിച്ച്. അന്നേരം മുതൽ ഞങ്ങൾ പറയുമായിരുന്നു ഞങ്ങൾക്ക് കുടിവെള്ളം പോലും ഇല്ല എന്നുള്ളത്. ആ വെള്ളം കുടിക്കാനും കൊള്ളില്ല, കിടപ്പാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേത്ത കണ്ടീഷനില്ല. ബുദ്ധിമുട്ട്. അടുത്ത വീടിൻ്റെ മതിൽ പൊളിച്ചാണ് ഞങ്ങൾ കൊണ്ടുപോയത്. ഞങ്ങൾ എടുത്തിപ്പോൾ ഇപ്പുറത്തെ മുറിയിലോട്ട് മാറ്റിയത്. കാര്യം നമുക്കിപ്പം പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല. ഫിഷറീസുകാർ തന്നെ ഞങ്ങളെ കടക്കാരാക്കി മാറ്റിയിരിക്കുക. ഞങ്ങൾക്ക് വസ്തുവിന് തന്നെ 6,80,000 രൂപയായി. പിന്നെ ഞങ്ങൾക്ക് ഇനി ഏറെ കുറച്ച് പൈസ ഞങ്ങൾക്ക് കിട്ടാനുള്ള. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തന്നെ പറ്റില്ല. ഞങ്ങളുടെ പ്രമാണം അവരുടെ കയ്യിരിക്കുക. എന്നിട്ട് ഞങ്ങൾ അതിന് വേണ്ടി വരെ സംസാരിച്ച് ഞങ്ങൾക്ക് പ്രമാണവും കിട്ടി. ഞങ്ങളുടെ ഫണ്ട് ബാലൻസും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയും വെച്ച് കയറി പോയേനെയായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഒരു വാടക വീട് പോലും എടുക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ കിടക്കുക. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അവിടെ കളക്ട്രേറ്റിൽ ഇത് സംസാരിച്ചിട്ടുണ്ട്. അവർ 2 ദിവസത്തിനകത്ത് അതിന്റെ റിപ്പോർട്ട് തരുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും MLA മറ്റു ഉദ്യോഗസ്ഥരോ ആരും MLA ഇതുവരെയും തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ 6 പേര് പോയിട്ട് അദ്ദേഹത്തിനോട് അവിടെ വെച്ച് ഞങ്ങൾ പറഞ്ഞതാ ഞങ്ങളുടെ തീരദേശത്ത് വരണം, ഞങ്ങളുടെ ഒപ്പം വരണമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മൈൻഡ് പോലും ചെയ്തില്ല അദ്ദേഹം. MLAയുടെ പേര് നൗഷാദ്, ഇരവര മണ്ഡലത്തിലാണ്. അദ്ദേഹം വേണ്ടി നമ്മളെ തിരിഞ്ഞു നോക്കാനായിട്ട്. ഇത്രയായിട്ട് പോലും അദ്ദേഹം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ലൈവ് പരിപാടിയെല്ലാം അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇത്രയും ജനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ട് പോലും അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ജനങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചുകൊണ്ടല്ലേ അദ്ദേഹം ഇന്ന് അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്നത് തന്നെ. എത്ര ആൾക്കാരുടെ ഒന്ന് ജോലി പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ്. കാര്യം കുടിവെള്ളം ഇല്ല. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേന് എന്ത് ചെയ്യാൻ? ആരും ജോലിക്ക് പോയിട്ടില്ല. ആഹാരത്തിനൊക്കെ ഞങ്ങൾ 2-3 ദിവസം തന്നെ ആഹാരം പോലും കഴിച്ചിട്ട് പോലുമില്ല. വെള്ളം പോലും കിട്ടാത്ത കണ്ടീഷനായിരുന്നു. ഇത്രയും ഉണ്ടായിട്ട് പോലും അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും സ്ത്രീകൾക്കെതിരെ വരെ അതിക്രമം അവിടെയുള്ള ആൾക്കാർ ചെയ്തത്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും പോലീസുകാർ പോലും അതിനുള്ളൊരു നടപടി എടുത്തില്ല. ലൈവായിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ കോണ്ടാക്ട് നമ്പർ സഹിതം കൊടുത്തിട്ട് വന്നെയാണ്. ഇപ്പം ഈ 2 ദിവസമായിട്ട് പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്ത് മനുഷ്യനാണെന്ന് തന്നെ അറിയാൻ വയ്യ. അടുത്ത വീടിൻ്റെ മതിൽ പൊളിച്ചിട്ടാണ് ഞങ്ങളുടെ വീട്ടു സാധനങ്ങളെല്ലാം അപ്പുറത്തോട്ട് മാറ്റിയിരിക്കുന്നത്. വയ്യാതെ ഒരു അമ്മാമ്മ കിടക്കുക. ഇപ്പോൾ പെട്ടെന്ന് കടൽ കയറി വന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ വഴി പോലും ഇല്ല. അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേത്ത കണ്ടീഷനിൽ അവരോട് പോലും അനുവാദം ചോദിക്കാതെ ഞങ്ങൾ മതിൽ പൊളിച്ചതാണ്. അങ്ങനത്തെ കണ്ടീഷൻ ആയിപ്പോയി. പിന്നെ അദ്ദേഹം വന്നായിരുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ ചേട്ടന്മാരൊന്ന് കറണ്ട് തന്ന് പൊന്ന് അടുപ്പ് പോലും കത്തിക്കാൻ വയ്യാത്ത അവസ്ഥ. കാറ്റ് കയറി കടലേറി മൊത്തം ഒരുക്കുന്ന സാധനമൊക്കെ നശിച്ചു. എൻ്റെ മക്കളുടെ ഡ്രസ്സൊക്കെ കടൽ കൊണ്ടുപോയി. പൈപ്പ് ലൈനിനൊന്നും വെള്ളമൊന്നും ഇല്ല. എൻ്റെ മോൾക്ക് തീരെ വയ്യാത്തൊരു മോൾക്ക്. പിന്നെ ഞങ്ങൾക്ക് വീടിന് എടുത്തിട്ട് 2 പേർക്ക് കൊടുത്തിട്ട് ഒരാൾക്കേ കിട്ടിയുള്ളൂ. അതുകൂടെ എൻ്റെ മോള് വാടകയ്ക്കാണ് കിടക്കുന്നത്. അതുകൂടെ കിട്ടിയെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ആ മോള് സുഖമില്ലാത്ത മോളും മരുമോനും സുഖമില്ലാത്തതാണ്. സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് ഹാജരാക്കിയതാണ്. അല്ലാത്തവരൊക്കെ 4ഉം 5ഉം വീട് കിട്ടിയവരുണ്ട്, 3 വീട് വരെ കിട്ടിയവരുണ്ട്, ഇപ്പോഴും വീട് കിട്ടിയവരുണ്ട്. ഞങ്ങൾക്കൊരു വീടിനെ അപേക്ഷ തന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ 2024 തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 24 അപ്പോൾ 3-ാം മാസമായില്ല. അപ്പോഴവർക്ക് പരിഗണിച്ച് തന്നുകൂടെ? ആ കൊച്ചിവിടെ ഉണ്ടായിരുന്നു. കാറ്റത്ത് മഴയത്ത് ആ കൊച്ചി തിരമാല വന്നതിന് ശേഷം അത് പോയത്. അത് പെരയ്ക്കകത്ത് നിന്നപ്പോൾ അതിന് ജന്നി വരുന്നതും അതിന് വേറെ ഇച്ചിരി അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് അത് പോയത്. അത് ആറ്റങ്ങ വീടെടുത്ത് പോയിരിക്കുകയാണ്. നമുക്കത് കിട്ടിയിരുന്നെങ്കിൽ അത് വളരെ ഉപകാരമായി. ഈ വീട്ടിലിപ്പോൾ എത്ര ആളുണ്ടമ്മേ? ഇപ്പം ഞങ്ങൾ 4 പേരുണ്ട്. എനിക്ക് 3 മക്കളും ഞാനും എൻ്റെ ഭർത്താവും. ഞങ്ങൾ 5 പേരും. ആ കൊച്ചിനെ കെട്ടിച്ച കടവും തീർന്നില്ല. കടം തീരെ നമുക്ക് ഈ മോനും മരുമോനും സുഖമില്ലാത്തതാണ്. അവർക്ക് ചികിത്സയായിട്ട് ഞങ്ങൾ നിൽക്കും. ഞങ്ങൾ കഷ്ടപ്പെടുന്ന അവർക്ക് ഒരു തുക കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന എൻ്റെ മരുമോന് വേണ്ടിയാണ്. എൻ്റെ വീട്ടാവശ്യത്തിനോ വേറെ ഒന്നിനും അല്ല എടുക്കുന്നത്. മരുന്നിന് വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോഴും മോളെ ശ്രീകാര്യത്തെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ. കൊണ്ടുവന്ന് ഇവിടെ ചികിത്സ വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം. ഈ കഴിക്കാനൊക്കെ ആഹാരമൊക്കെ ഇന്നലെ വരെ മോളെ കൂട്ടുകാർ കൊണ്ടുവന്ന്, പിന്നെ എൻ്റെ മരുമോൻ ആറ്റിങ്ങിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഇന്ന് ഞങ്ങൾ അടുപ്പ് ഇപ്പം കത്തിച്ച് അരിയടുപ്പില്ല. ജോലിക്കൊക്കെ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട് മക്കളെ.
ജോലിക്ക് പോകാന്ന് വെച്ചാൽ ഒരു മോളുണ്ട്, 22 വയസ്സുള്ള ഒരു മോനുണ്ട്. ഇവരൊക്കെ ഒറ്റയ്ക്ക് നമ്മളാക്കിയിട്ട് എങ്ങനെ സുരക്ഷിതമായിട്ടൊരു വീട് കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾ വീട് നോക്കുന്നു. പക്ഷേ എമൗണ്ട് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാതിരിക്കുക. അപ്പോൾ ഈ ഫിഷറീസിൽ നിന്നൊന്നും ഇതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് ഒന്നും സ്ഥലത്തിന് മാത്രം 5 ലക്ഷം രൂപ തന്നെ സ്ഥലം മാത്രം മേടിച്ചാൽ വീട്ടിലുള്ള പൈസ വീണിട്ടേ ഇല്ല. അതിനെപ്പറ്റി അവരൊന്നും പറയുന്നു? ഇല്ല, ഫണ്ടിൽ പൈസ ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ മോക്കൂടെ ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. അത് ചികിത്സാ കാര്യങ്ങളും വാടക കൊടുക്കുന്നു. അവരും വാടക എടുക്കും, മാസം 6000 രൂപ വാടക. അയാൾ തുച്ഛമായ ജോലിയാണ് ചെയ്യുന്നത്. വീട്ടിൽ ഇരുന്ന് പൊന്നുനില ഇതെന്താ കിട്ടാനാണ്? അത് കൊച്ചിന് മരുന്ന് മേടിക്കുക, ആ കൊച്ചിന് മോനും മരുന്ന് കഴിക്കുക. മോന് മാസം തോറും മെഡിക്കൽ ചെക്കപ്പാണ്. അത് പുറത്ത് നമ്മൾ അസുഖങ്ങൾ ഒന്നും പറയത്തില്ല. MLA മറ്റു ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ഈ സംഭവം നടന്നതിന് ശേഷം വന്നിട്ട് MLA അതുവരെ വന്നിട്ടേ ഇല്ല. അത് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക. അല്ലാതെ വേറെ എന്താ പറയാനാ? ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്കൊരാശ്വാസമാണ്. കുറച്ച് നാളെങ്കിൽ നമ്മളെ വീട് വെക്കുകയായിരിക്കും നമുക്കൊരാശ്വാസമായിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ കുടിയന്മാരെ ശരിയാണ്. അത് ഇവിടെ 1-2 ബേച്ചുകൾ അതിനായിട്ട് അതും വേറെ ബിസിനസ്സുള്ളതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ആമ്പിള്ളേരെയൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. വേറെ 2-3 ബിസിനസ് ഉണ്ട് മക്കളെ, അതാണ് ഏറ്റവും പ്രധാനം. അതെന്തെങ്കിലും അവർ കണ്ടുപിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അങ്ങും ഇഞ്ഞും കൂടി ഇരുന്നിട്ട് വീട്ടിലിരിക്കുന്ന പിള്ളേരെ വിളിച്ച് അങ്ങനെയൊക്കെയുള്ള ചെറിയ വീടാന്തോറും ചെറിയ പ്രശ്നങ്ങൾ എന്താ പറയാനാണ്. ഇപ്പം എൻ്റെ മോളെ ഒരിക്കൽ വരുന്ന ഇത്രയും ദിവസങ്ങളായി. 5 ദിവസം കഴിഞ്ഞ് ഇനി ജോലി കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. ചിലവൊക്കെ എങ്ങനെ? ചിലവ് ഇന്നലെ വരെ മോളെ കൂട്ടുകാരൊക്കെ കാപ്പിയും ഒക്കെ മേടിച്ചുകൊണ്ടിരുന്നു. ഇപ്പം മോനെ കൂട്ടുകാരൻ വന്ന് കടയിൽ മോനെ കൊണ്ടുപോയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ ആ കടലിൻ്റെ ക്ഷോഭത്തിൽ മുഴുവൻ നശിച്ചു പോയല്ലേ? നശിച്ചു. നടക്കാനൊക്കെ പറ്റും, ഇപ്പം പറ്റത്തില്ല. അതുകൊള്ള ഇടിഞ്ഞെല്ലാം കിടക്കും, കടലിൽ നടക്കാം. നിങ്ങൾ ഇവിടെ നിന്ന് നേരെ അങ്ങ് പോകുമായിരുന്നല്ലേ? പറ്റുമായിരുന്നു. ഇവിടെ കടപ്പുറമായിരുന്നു, നമുക്ക് റോഡ് ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ നമുക്ക് നേരെ നടന്നങ്ങ് കടപ്പുറത്തോട്ടങ്ങ് പോകായിരുന്നു. അപ്പോൾ ഇത്രയും കടൽ കയറിയിട്ടില്ലായിരുന്നു? ഇല്ല, കടലൊന്നും കയറിയിട്ടില്ലായിരുന്നു. പിന്നെ കയറിയത് ആ പുലിമുട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് ആയത്. യാതൊരു മുന്നറിയിപ്പും ഉണ്ടാകാതെയാണല്ലേ പെട്ടെന്നുണ്ടായൊരു? ആരും പറഞ്ഞതൊന്നുമില്ലായിരുന്നു, എന്നിട്ടാണ് പെട്ടെന്ന് വന്നത്. ആ പള്ളിയുടെ മതിലെല്ലാം ഇടിഞ്ഞ് വീണ് ഇവിടെ ഒരു വീടുണ്ട്. അവിടെ വീട്ടിൽ 3 കൊച്ചു പിള്ളേരുണ്ട്. ആ പിള്ളേർ എല്ലാം സുരക്ഷിതമായിരിക്കാനായിട്ട് ഇവിടെ ഷെഡൊക്കെ അടിച്ച് ഇവിടെയാണ് അവർ കിടക്കുന്നത്. ഇവിടെ ഇപ്പം ഒരു അമ്മമ്മയുണ്ട്, വയ്യാത്തൊരു അമ്മമ്മ. അത് വാടകയ്ക്കായിട്ട് കിടക്കുക. അപ്പോൾ ആ അമ്മമ്മ പേടിച്ച് ഒരു വീട്ടു ജോലിക്കാണ് പോകുന്നത്. ഇപ്പോൾ അവിടെ കിടക്കുന്ന വല്ലപ്പൂരൊക്കെ ഇങ്ങോട്ട് വരും. ഇവിടെ ഒരു വീട് നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു വീട് ഇപ്പോൾ ഉണ്ട്. ആ വീടിന്റെ ബാക്കിലൊരു അങ്ങനാടി ഉണ്ട്. ആ അങ്ങനാടിയുടെ ബാക്കിലൊരു ഷെഡ് ഉണ്ടായിരുന്നു. അവിടെ അത്രയും ഒത്തിരി ഉണ്ടായിരുന്നു. ബീച്ച് കണക്കങ്ങ് കടക്കുമായിരുന്നു കടലിൽ പെട്ടെന്ന്. അടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിനകത്ത് വരെ വെള്ളം അടിച്ച് കയറി. ഇപ്പം നമുക്ക് തൊരാനൊക്കെ പനിക്കുകയാണെങ്കിൽ വെള്ളം അടിച്ചും കയറും, പറ്റത്തില്ല. ഈ ഭാഗത്ത് ഒത്തിരി വീടുണ്ടായിരുന്നു. ഇവിടെ അവിടെ ഒരു വീടുണ്ട്, അതിന്റെ ബാക്കിൽ വീടുണ്ട്. അങ്ങനെ നിരന്നിരുന്ന വീടായിരുന്നു. അതെല്ലാം കടലെടുത്തോണ്ട് പോയിരിക്കുക. പോയി. ആർക്കെങ്കിലും ഇതിൽ പരിക്കോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അതൊന്നും വരില്ല. നമ്മളിപ്പം പെട്ടെന്ന് നമ്മൾ അറിയാമല്ലേ, ഇപ്പം ഇത്ര അടുത്ത് വന്നു, ഇവിടെ വീടല്ലേ, ഇത്ര അടുത്ത് നമുക്ക് മനസ്സിലാവല്ലേ. പിന്നെ നമ്മൾ കയറി വന്നു. അപ്പോഴത്തേക്കും അവർ രക്ഷപ്പെട്ട് മാറുമ്പോഴത്തേക്കും ഒരു സാധനം പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒത്തിരി പാത്രങ്ങൾ, ഒത്തിരി സാധനങ്ങളാണ് പോയിരിക്കുന്നത്. ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഒരുപാട് നഷ്ടം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, ആ കടയെല്ലാം പോയി. എൻ്റെ പുസ്തകങ്ങളൊക്കെ കിട്ടി, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, ബാക്കിയെല്ലാം നോക്കിയേ. തുണി പോലും കിട്ടിയില്ല, മൊത്തം സാധനവും പോയി. എല്ലാം കൂടെ നുള്ളി പറിക്കുന്ന എല്ലാം കൂടെ കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഇതാ ഞങ്ങൾ ഇടുന്ന ഡ്രസ്സാ. വെച്ച് തിന്നാൽ ഞങ്ങൾക്ക് അടുപ്പ് പോലും ഇല്ല. ഇതിനകത്തെല്ലാം കൂടെ വാരി കയറ്റി ഇട്ടിരിക്കുക. ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് വാടകയ്ക്ക് പോകാനും എടുക്കാനും. ഇപ്പൊ കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ ഇവിടെ കിടന്ന് കാശ് വലിക്കുന്നു. ഇവിടെ ഒരു സഹായവും ഇല്ല. എനിക്ക് എൻ്റെ ഭർത്താവ് തന്നെ മരിച്ചുപോയി. 5 വർഷമായി ക്യാൻസർ ഒന്ന് മരിച്ചിട്ട്. ഇപ്പൊ സഹായിക്കാൻ പോലും ആരുമില്ല. ഇപ്പൊ കിടന്ന് കരയുക കിടന്ന്. ഇനിയിപ്പോ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, പോയി എവിടെങ്കിലും പോയി വീണ് ചാവുക, അത്രേ ഉള്ളൂ. അത്ര കഷ്ടത്തിലായിരുന്നു. പൊടി കൊച്ചുങ്ങളെ വല്ല വീട്ടിലും കൊണ്ടുവന്നിട്ടിരിക്കുക, പൊടി കുഞ്ഞുങ്ങളെ. ഇതിനെ കൂടി ഇനി എന്താ നമ്മളെ പറയണ? മേളിൽ ആകാശവും താഴെ ഭൂമി, ഞങ്ങൾക്ക് അതേ ഉള്ളൂ. ഇനി വേറെ വഴിയൊന്നുമില്ല. ആ കഷ്ടത്തിലാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്.
ഇനി കയറി കിടക്കാൻ കിടപ്പാടം പോലും ഇല്ല, ഒറ്റവരുമില്ല, ഉടയവരുമില്ല. അനാഥയെ പോലെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുക ഇതിനകത്ത് കിടന്നു. മക്കളെന്നിറങ്ങി താണ്ട ഒരു മൂത്ത മോന് ഭാര്യയില്ല, ഭാര്യ മരിച്ചുപോയി. ആ 2 കുഞ്ഞുങ്ങൾ, തള്ളയില്ലാത്ത 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കിടന്ന് ഈ കഷ്ടപ്പെടുന്നത്. ഒരു കിടപ്പാടം പോലും ഇല്ല. ഇപ്പൊ ഉള്ള കിടപ്പാടം എല്ലാം പോയി. MLA മറ്റു ഉദ്യോഗസ്ഥരോ ആരെങ്കിലും വന്ന് അവരെ ആരും വന്ന് നോക്കിയില്ല. പിന്നെ വന്നെന്ന് പറയാനായിട്ട് വില്ലേജ് ഓഫീസർ സാറുമാർ വന്നു. പിന്നെ അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറാൻ പറഞ്ഞു, ഇവിടെ കിടക്കല്ലേ എന്ന് അന്നേ വന്ന് പറഞ്ഞു. എല്ലാം പോയിക്കൊണ്ടിരുന്നപ്പോഴേ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വേരോടെ എടുത്തോണ്ട് പോകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ലാത്ത ധനസഹായങ്ങളൊന്നും ആരും ഒരു സഹായവും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. മയ്യനാട് ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരിക്കുന്നു. ആ ഫിഷറീസിൽ നിന്ന് 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചു. അതിൽ 4,20,000 രൂപയ്ക്ക് സ്ഥലം മേടിച്ച് 2,30,000 രൂപ വന്നപ്പോൾ അതോ ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരിക്കുന്നു. ബാക്കി പൈസ ചോദിക്കുമ്പോൾ എല്ലാം ഫണ്ട് വന്നില്ല. ഞങ്ങൾ എന്തോ ചെയ്യും? വാടകയ്ക്ക് പോകാൻ പോലും നിവൃത്തിയില്ല. ഫണ്ട് നൽകാത്തതിനെ കുറിച്ച് മേലുദ്യോഗസ്ഥർക്ക് ആർക്കും പരാതി? ഞങ്ങൾ ഇന്നലെ ഇവിടെ മാർച്ചൊക്കെ നടത്തി, ഞങ്ങൾ സമരമൊക്കെ നടത്തി. അപ്പോൾ 2 ദിവസത്തെ സാവകാശമായി ചോദിച്ചിരിക്കുന്നത് കളക്ടറൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് 2 ദിവസം കൂടെ ഞങ്ങൾ ക്ഷമിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്നും കൂടെ ഞങ്ങൾ നോക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അങ്ങ് ചിന്നക്കട ഞങ്ങൾ മാർച്ച് ചെയ്യാനാണ് ഞങ്ങളെ പ്ലാൻ. അതേ ഉള്ളൂ. ഇനി അല്ല ഞങ്ങളെ കൊണ്ട് ഇനി ഒരു നിവൃത്തിയില്ല. ഇപ്പം കിടക്കാൻ ഇപ്പം പാത്രം പോലും ഇല്ല, വെച്ച് തിന്നാൻ പാത്രം പോലും ഇല്ല. അതാ കിടക്കുന്നുണ്ടാ. ഇതാ ഞങ്ങളെ ഉടുക്കുന്ന ഉടുതുണികളാ. ഇത് പോയിട്ട് ആരൊക്കെ സഹിക്കും ഇത് കണ്ട്? ആഹാരമൊക്കെ ഞങ്ങൾക്ക് ആഹാരം വെച്ച് ഇന്ന് അടുപ്പില്ല. ഗ്യാസൊക്കെ ചിൽഡ്രൻസ് അവിടേക്ക് അടുപ്പ് വന്ന് വീണ് എല്ലാം കൂടെ ഒടിഞ്ഞ് പപ്പടം പോലെ ആയി അങ്ങ് പോയി. ഇതൊക്കെ ഇടുന്ന വസ്ത്രങ്ങളായി കിടക്കുന്നത്ര. ഇവിടെ ആരൊക്കെ ഉണ്ടമ്മേ? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഭക്ഷണമൊക്കെ ഞാൻ തന്നെ വെച്ചു. അല്ല, ജോലിക്കൊക്കെ പോകാനായിട്ട്? ജോലിക്കൊന്നും പോകുന്നില്ല, ഞാനൊക്കെയുള്ളൂ. പിന്നെ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ കഴിഞ്ഞു. വെള്ളമൊക്കെ പൈപ്പ് ലൈനിൽ വെള്ളമൊക്കെ ഇപ്പം അവിടെ എല്ലാം പൈപ്പ് പോയപ്പോൾ വെള്ളം കിട്ടുന്നില്ല. അവിടെ എല്ലാം പോയില്ലേ, പോസ്റ്റ് വീണ് പൈപ്പും കറണ്ടും എല്ലാം പോയതല്ലേ. ഇത് അകത്ത് വെള്ളം കയറും അമ്മ? പിന്നെ അവിടെ നിന്ന് കാറ്റടിച്ച് കയറുമല്ലേ. ഈ ഭക്ഷണത്തിലൊക്കെ ഉപ്പ് വെള്ളവും വീഴും, മണലും ഒക്കെ ആയിരിക്കും അല്ലേ? ബുദ്ധിമുട്ടാണ് നമുക്ക്. പിന്നെ ഇവിടെ താമസിക്കുന്ന സുരക്ഷിത ഇതമ്മ മറ്റുള്ള ആൾക്കാർക്ക് പറയാനായിട്ട് ശ്രമിച്ചു. ആരടുത്ത് പറയാനാ, എല്ലാവരും ഇങ്ങനെയൊക്കെ അല്ലേ. പിന്നെ ബന്ധുക്കളായിട്ട് ആരും ഇല്ല കൊണ്ടുപോയി.